അടുത്ത ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ, വലിയൊരു ക്വസ്റ്റ്യനുമാണ്. എ ഈക്വൽ ടു 1 മൈനസ് ടു 1 minus 2 5 sorry minus 2 3 1 1 1 5. Verify that. First question. Add a odd inverse equal to add a inverse. Second, a inverse odd inverse equal to a. ഓക്കെ, ചെയ്യാം. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള അഡ്ജ് എ കാണാം. അഡ്ജ് എങ്ങോട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണും. അഡ്ജ് എ കാണണമെങ്കിൽ ആദ്യം കോഫാക്ടർ കാണും. M11 കുറച്ച് ചെയ്യാനുണ്ടത്, കുറച്ചുണ്ടാവും കേട്ടോ. ഒരു 2 ലെവലിൽ കാണാനുണ്ട്. 3115. അപ്പോൾ അതിൻ്റെത് 14. അതിൻ്റെ A11 അത് 14. M12 minus 2 1 1 5 minus 10 minus 1 minus 11. A12 11. M13 minus 2 3 1 1 minus 5. A13 അതും minus 5. M21 minus 2 1 1 5 minus 10 minus 1 minus 11. A21 11. M22 1 1 1 5. ഈ M22 എന്ന് പറയുന്നത് 4. A22 again 4. M23 1 minus 2 1 1 1 plus 2 3. A23 minus 3. M31 minus 2 1 3 1 minus 2 minus 3 minus 5. A31 also minus 5. Okay. M32 3. A32 minus 3. M33 1 minus 2 minus 2 3. 3 minus 4 minus 1 minus 1. ഇത്രയും റെഡിയായി. ഇനി നമുക്ക് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് കിട്ടേണ്ടത്. അഡ്ജ് എ എന്ന് പറഞ്ഞാൽ നോക്കാം. അഡ്ജ് എ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്.
14, 11, minus 5, 11, പിന്നെ 4, minus 3, minus 5, minus 3, minus 1. ഇതിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജ് എ. അപ്പോൾ അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസാണ് എടുക്കേണ്ടത്. അപ്പോൾ അഡ്ജ് എ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് 14, 11, minus 5. ഫസ്റ്റ് കോളം ട്രാൻസ്പോസ് കോളം 14, 11, minus 5. 11, 4, minus 3. 11, 4, minus 3. Minus 5, minus 3, minus 1. Minus 5, minus 3, minus 1. അപ്പോൾ അഡ്ജ് എ ആയി. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് എല്ലാം വായിക്കാം. ഇനി അഡ്ജ് എ ഓൾ ഇൻവേഴ്സ് അങ്ങനെ പറഞ്ഞാൽ അഡ്ജ് എ ഓൾ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ എന്നാണ്. അപ്പം അഡ്ജ് എ ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഐഡിയയിൽ പറയുകയാണെങ്കിൽ അഡ്ജ് ഓഫ് അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ. ഈ ഒരു ഐഡിയ ആയതുകൊണ്ട് എ ഇൻവേഴ്സ് അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആയതുകൊണ്ട്. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ കാണും. ഇവിടെ ആവശ്യമുണ്ട് ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ. ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 14 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 4 minus 3 minus 3 minus 1 minus 11 into determinant 11 minus 3 minus 5 minus 1 minus 5 into determinant 11, 4, minus 5, minus 3. So 14 into minus 4 plus 9, 5. Sorry, minus 4, minus 9, minus 30. Minus 11 into minus 11 minus 15 minus 26 minus 33 plus 20 minus 30 minus 4 minus 9 minus 13 into 40 12 ബാക്കി ഒന്ന് 3, 4, 7, 1, 8 minus 182 plus 286 104 plus 65 165 എന്ന ആൻസർ. അതാണ് ഡിറ്റർമിനൻറ്റ് അഡ്ജ് 165. ഡിറ്റർമിനൻറ്റ് അഡ്ജ് എന്നുള്ളത് 165 ആണ്. ഇനി അടുത്തത്
അഡ്ജ് ഓഫ് അഡ്ജിയെ കാണണം. അഡ്ജിയൻ്റെ അഡ്ജ് വീണ്ടും കാണും. ഇപ്പൊ അഡ്ജ് എൻ്റെ കോഫാക്ടർ കാണും. അഡ്ജ് എൻ്റെ കോഫാക്ടർ കാണും. എന്ന് കേട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണും. അതാണ് അഡ്ജ് ഓഫ് അഡ്ജ്. അപ്പൊ ഇത് ഓരോന്നിൻ്റെ കോഫാക്ടർ കാണും. M11. അപ്പോൾ നമുക്ക് അഡ്ജ് ആൻഡ് അഡ്ജോയിന്റ് കാണണം. അഡ്ജ് ആൻഡ് അഡ്ജോയിന്റ് കാണണം. അപ്പോൾ ഇതിന് M11 എന്ന് എടുക്കണം. ഈ എലമെന്റ്, ഈ മെട്രിക്സ് അഡ്ജ് ആൻഡ് M11 ഇവിടെ. അതിന് ഡിറ്റർമിനൻറ്റ് 4 - 3 - 3 - 1. M12 determinant 11 - 3 - 5 - 1. M13 determinant 11 4 - 5 - 3. M21 11 - 5 - 3 - 1. M22 14 - 5 -5 - 1. M23 14 11 -5 - 3. അപ്പം M11 എന്താണ് -4 - 9 - 13. അപ്പോൾ A11 എന്ന് പറഞ്ഞാലും -13. -11 - 15 - 26. A12 26. ഇനി M13 -33 + 20 - 13. A13 -13 -11 - 26. A21 26 -14 - 25 - 39. A22 -39. M23 -42 + 55 13. A23 -13. M31 11 - 5 4 - 3 -33 + 20 - 13. A31 again -13. M32 14 - 5 11 - 3 -42 + 55 13. A32 -13. M33 14 11 11 4 56 - 121 -65. അപ്പോൾ അഡ്ജ് ഓഫ് അഡ്ജ് അത് എന്ന് പറഞ്ഞാൽ ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്.
അതാണ് നിങ്ങൾക്ക് അഡ്ജ് ഓഫ് അഡ്ജയെ കിട്ടുക. ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നോക്കാം എന്താ കിട്ടുക. നമുക്ക് ഇവിടെ എഴുതണം. അഡ്ജ് ഓഫ് അഡ്ജിയെ കോഫാക്ടർ മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് A11 മൈനസ് 13 A12 26 A13 മൈനസ് 13 A21 26 A22 മൈനസ് 13 A23 minus 13 A31 minus 13 A32 minus 13 minus 65 അതിൻ്റെ ട്രാൻസ്പോസ് അതാണ് നമുക്ക് അഡ്ജ് ഓഫ് അഡ്ജിയെ കിട്ടുക. മൈനസ് 13 26 മൈനസ് 13 സോറി ട്രാൻസ്പോസ് അല്ല മൈനസ് 13 26 മൈനസ് 30 അത് കറക്റ്റായിരുന്നു. ഫസ്റ്റ് റോ സെക്കൻഡ് റോ 26 മൈനസ് 39 മൈനസ് 30 മൈനസ് 13 മൈനസ് 13 മൈനസ് 65. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജ് ഓഫ് അഡ്ജ് എന്നുള്ളത് മൈനസ് 13 26 മൈനസ് 13 26 minus 13 and minus 13 minus 13 minus 13 minus 65 ഇതാണ് അഡ്ജ് ഓഫ് അഡ്ജിയെ കിട്ടുക. ഇനി ഡിറ്റർമിൻ്റ് അഡ്ജിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. 169 കേട്ടോ. നേരത്തെ ചെയ്തിട്ട് കിട്ടിയിരുന്ന 169 അല്ലായിരുന്നു. 65 പ്ലസ് 4 169 അഡ്ജ് ഓഫ് അഡ്ജിയെ കിട്ടി. വേണമെങ്കിൽ നമുക്കൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കാം. അത് ഡിറ്റർമിൻ്റ് അഡ്ജ് അത് ഞാൻ നേരത്തെ വായിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഡിറ്റർമിൻ്റ് അഡ്ജ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഡിറ്റർമിനൻ്റ് അഡ്ജിയെ സ്ഥലം ഉണ്ടാവില്ല വെച്ചിട്ട് വായിച്ചതായിരുന്നു കേട്ടോ. 14 ഇൻറ്റു ചെറിയൊരു ഓർമ്മ അതാണ് -3 -3 -1 -11 ഇൻറ്റു 11 -3 -5 -1 -5 ഇൻറ്റു 11 4 -5 -3 14 ഇൻറ്റു -4 -9 -30 -11 -26 -33 plus -13 നെഗറ്റീവ് 104 65 169 ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഡിറ്റർമിനൻ്റ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ 169. ഒന്ന് ക്ലാരിഫൈ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിക്കോളും. 169 ആയിരിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് 169 തന്നെ വിചാരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ അഡ്ജ് എ ഓൾ ഇൻവേഴ്സ് അഡ്ജ് ഓഫ് അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് അഡ്ജ് എ നോക്കാം. അഡ്ജ് ഓഫ് അഡ്ജ് -13 26 -13 26 -39 -13 -13 -13 -64 ഡിറ്റർമിനൻ്റ് അഡ്ജ് 169. ഇതൊക്കെ 13 മൾട്ടിപ്പിൾ ആകുമ്പോൾ ഒരു 13 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അപ്പം -1 2 -1 2 -3 -1 -1 -1 -5
ബൈ ഒരു 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെ 13 ഉണ്ടാവും. ഇതാണ് അഡ്ജ് ഓഫ് എ ഓൾ ഇൻവേഴ്സ് എന്ന് വരിക. അപ്പം നമുക്ക് അഡ്ജ് ഓഫ് എ ഓൾ ഇൻവേഴ്സിൻ്റെത് കിട്ടി. അഡ്ജ് ഓഫ് എ ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/13 ഇൻറ്റു മെട്രിക്സ് -1 2 -1 2 -3 -1 -1 -1 -5. ഇനി ഇത് ഈക്വൽ ടു അഡ്ജ് എ ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇതോടുകൂടി നമുക്ക് നിർത്താം. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ല ടൈം എടുക്കും ഇതിന് ചെയ്യാൻ, എന്നാലും ചെയ്ത് റെഡി ആവണം. ഓക്കെ, അപ്പോൾ ഈ ആൻസർ നമുക്ക് അഡ്ജ് ഓഫ് എ ഇൻവേഴ്സ് അതുമായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ഇൻവേഴ്സ് എന്നാണ്. അത് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അഡ്ജ് എ അത് നമുക്കറിയാം 14 11 -5 നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അഡ്ജ് എ 14 11 -5 11 4 -3 -5 -3 -1 ബൈ ഡിറ്റർമിനൻറ്റ് എ. ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എ 1 ഇൻറ്റു 3 1 1 5 മൈനസ് പ്ലസ് 2 ഇൻറ്റു -2 1 1 5 പ്ലസ് 1 ഇൻറ്റു -2 3 1 1 15 -1 14 -10 -1 -11 -22 -1 14 -27 -13. അതാണ് ഡിറ്റർമിനൻറ്റ് എ വരെ -13. അപ്പോൾ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ് എ ഇൻവേഴ്സ്, അതായത് -13. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -14/13 -11/13 5/13. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് കാണണം. അപ്പോൾ ഈ കിട്ടിയ ആൻസറുകളൊക്കെ നമുക്ക് ഇത് എഴുതിയിട്ട് എഴുതാം. അതപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എ ആണ്. അതൊന്ന് ഓർത്ത് വെക്കണം. അഡ്ജ് എ ഓൾ ഇൻവേഴ്സും അഡ്ജ് എ ഇൻവേഴ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്ന് കിട്ടിയത് ഡിറ്റർമിനൻറ്റ് എ -13. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്ജ് എ ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഇൻവേഴ്സ്. അടുത്തത് എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. നമുക്ക് ഡിറ്റർമിനൻറ്റ് എ കിട്ടിയത് -13 ആണ്. ഓക്കെ, ഇനി അഡ്ജ് ഓഫ് എ ഓൾ ഇൻവേഴ്സ് കിട്ടിയത് എന്താണെന്ന് ഇവിടെ എഴുതിയേക്കണം. അല്ലേ ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ അതും മറ്റത് ഇക്വേറ്റ് ചെയ്യണം, കറക്റ്റ് അല്ലേ നോക്കണം. അപ്പോൾ അഡ്ജ് ഓഫ് എ, കാരണം നമുക്ക് ഇത് ഈക്വൽ ടു ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യണ്ടേ. നല്ല വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചുണ്ട് ചെയ്യാൻ, ഒരു ബോർഡൊന്നും മതിയാവില്ല. എടുത്ത് എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. -1 2 -1 2 -3 -1 -1 -1 -5. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനോട് അവസാനിപ്പിക്കാം നമുക്ക്. /30. ഓക്കെ, ഇനി എ ഇൻവേഴ്സ് കിട്ടാൻ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്താൽ
minus 14 by 13 minus 11 by 13, 5 by 13 minus 11 by 13 minus 4 by 13 3 by 13. ഇനി ഇത് ചെക്ക് ചെയ്താൽ ശരിയാണോ നോക്കിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. 5 by 13, 3 by 13, 1 by 13. ഇതാണ് എ ഇൻവേഴ്സ് വരിക. ഇതും കിട്ടി, ഇതും കിട്ടി. ഡിറ്റർമിൻ്റെ അവിടെ എഴുതി വെച്ചു. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു എ ഇൻവേഴ്സ്. ഇനി അഡ്ജ് എ ഇൻവേഴ്സ്. ഈ എ ഇൻവേഴ്സിൻ്റെ അഡ്ജോയിൻ്റ് കാണണം. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ കണ്ടിട്ട് ട്രാൻസ്പോസ് എടുക്കാം. A11 എ ഇൻവേഴ്സിൻ്റെ കോഫാക്ടർ അതിന് A11 തന്നെ കൊടുക്കുക. അപ്പം M11 A11 ഇങ്ങനെ കാണാം. M11 minus 4 by 13, 3 by 13, 1 by 13 minus 4 by 13 into 13 minus 13 by 13 into 13 169 ആണ് കേട്ടോ. minus 4 minus 9 ഇത് ഡിവൈഡ് ചെയ്താൽ minus 1 by 13. അപ്പോൾ A11 എന്ന് പറഞ്ഞാലും അത് തന്നെ. ഇനി M12 minus 11 by 13, 3 by 13 ഒന്ന് തെറ്റിപ്പോയാൽ മൊത്തം പോയി. 5 by 13, 1 by 13 minus 11 minus 20 minus 26 by 169 കട്ട് ചെയ്താൽ minus 2 by 13. A12 2 by 13. M13 ഇതിൻ്റെ അഡ്ജോയിൻ്റ് ചോദിച്ചാൽ ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. minus 11 by 30 minus 33 minus 13 by 169 minus 1 by 30. A13 അതും minus 1 by 30. ഇതെല്ലാം ഇതിലേക്ക് കൊള്ളിക്കണം. അപ്പോൾ ഒന്ന് ചെറുതാക്കി ഒന്ന് ചെയ്ത് കുഴപ്പമില്ല. എന്നാലും M21 സീറോയും ഈ കോളും ഡിലീറ്റ് ചെയ്യും. minus 11 by 13, 5 by 13, 3 by 13, 1 by 13 minus 11 minus 25 minus 26 by 169 minus 2 by 13. A21 2 by 13. M22 minus 14 by 13, 5 by 13, 5 by 13, 1 by 13 minus 14 minus 25 minus 39 by 169 minus 3 by 13. A22 minus 3 by 13 again. M23 minus 14 by 13 minus 11 by 13 5 by 13 3 by 13 minus 42 plus 55 13 by 169 1 by 13.
ഓക്കെ, ഇത് അപ്പോൾ A23 മൈനസ് 1/30. M31 minus 11/13, 5/13, minus 4/13, 3/13, minus 33, plus 20, minus 13/169, minus 1/13. A31 minus 1/30. ഇനിയും വേണം രണ്ടെണ്ണം കൂടി. ഇവിടെ സ്ഥലത്ത് ഇവിടെ എഴുതാം. M32 minus 14/30, 5/30, minus 11/30, 3/30, minus 42, plus 55. അപ്പോൾ 13/169, 1/13. അപ്പോൾ A32 എന്ന് പറഞ്ഞാൽ മൈനസ് 1/30. ഇനി ഒന്നും കൂടി അത് ഞാൻ ഇവിടെ എഴുതുന്നു. M33 ഇതൊക്കെ ഒന്ന് സ്പീഡാക്കിയാൽ പെട്ടെന്ന് തീരും. ഇത് ചോദിക്കുകയാണെങ്കിൽ നല്ല മാർക്കിനെ ചോദിക്കുള്ളൂ. ശരം നമ്മളെല്ലാം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ടൈം എടുക്കും. 56 minus 1 minus 65/169 minus 5/13, A33 minus 5/13. ഇനി A ഇൻവേഴ്സ്, അഡ്ജ് ഓഫ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. A11 minus 1/13 ആദ്യം എഴുതിയിട്ട് പിന്നെ അങ്ങ് വായിക്കും. അപ്പോൾ അഡ്ജ് ഓഫ് A ഇൻവേഴ്സ്, ഈ A ഇൻവേഴ്സിൻ്റെ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. A11 minus 1/13, A12 2/13, A13 minus 1/13, A21 2/13, A22 minus 3/13, A23 minus 1/13, ഇനി A31 minus 1/13, A32 minus 1/13, A33 ഇപ്പോൾ ഇവിടെ കണ്ടു മൈനസ് 5/13. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ, അതായത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അഡ്ജോയിൻ്റ് കിട്ടും. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് A ഇൻവേഴ്സ് minus 1/13, 2/13, minus 1/13. Okay. 2/13 minus 3/13 minus 1/13. Minus 1/13, 2/13 minus 3/13 minus 1/13. Minus 1/13, 2/13 minus 1/13. ഇത് minus 1/13 minus 1/13 minus 5/13. കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അഡ്ജോയിൻ്റ് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ എല്ലാത്തിലും 1/13 കോമൺ ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ അഡ്ജ്
A inverse equal to 1/30. The matrix -1, 2, -1, 2, -3, -1, -1, -1, -5. നോക്ക്, ഇത് രണ്ടും ഈക്വൽ അല്ലേ? -1, 2, -1, 2, -3, -1, -1, -1, -5 നമ്മൾ ചെയ്ത് ഒരു തെറ്റിയിട്ടില്ല. നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എബോവ് it is clear that adj A odd inverse equal to adj A inverse. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് പോർഷൻ, എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സും എയും ഈക്വൽ ആണ്. എ ഇൻവേഴ്സ് നമ്മളിലുണ്ട്, അതിൻ്റെ ഓൾ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ എന്നാണ്. അപ്പം എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എന്റെ സ്ഥാനത്ത് എ ഇൻവേഴ്സ്, അഡ്ജ് എ ഇൻവേഴ്സ് ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ്. ഇതും എയും ഈക്വൽ ആണ്. അഡ്ജ് എ ഇൻവേഴ്സ് നമുക്കറിയാം, അത് വളരെ നന്നായി. അഡ്ജ് എ ഇൻവേഴ്സ് ഇതാണ് കിട്ടി, 1/30. ഇനി ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് -14/13, -4/13, 3/13, 3/13, 1/13, plus 11/13, -11/13, 3/13, 5/13, 1/13, plus 5/13, -11/13, -4/13, 5/13, 3/13, -14/13 into -13/169, plus 11/13 into -26/169, -33 plus -13/169. ഇത് രണ്ടും കട്ടാവും. 14/169 -22/169, 13 കട്ടാവും. -5/169, 14 -27 എത്ര വരിക? -13/169, -1/30. ഇതാണ് ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് വരിക. ഇതാണ് ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് വരിക. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് -1/13. ഈ 13ഉം 13ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ -1, 2, -1, 2, -3, -1, -1, -1, -5. ഇതിനെ മൈനസ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് കിട്ടും. -1, -2, 1, -2, 3, 1, 1, 1, 5. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്ത് പ്രൂവ് ചെയ്യാൻ? ഈക്വൽ ടു എ ആണ്. എ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 1, -2, 1, -2, 3, 1, 1, 1, 5. അത് ഈക്വൽ ടു എ. Therefore, from above
it is clear that A inverse odd inverse equal to A equal to 1 minus 2 1 minus 2 3 1 1 1 5. ഇത് റിസൾട്ടായിട്ട് പഠിച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നല്ല ലെങ്തിയാണ്, കുറേ നല്ല ടൈം എടുത്തിട്ട്. അപ്പോൾ ഇത് വൃത്തിക്കൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇതന്നെ റെഡി ആയാലും ഏകദേശം എല്ലാം ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അതോടുകൂടി നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കഷനിൽ ചോദിക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ തുടങ്ങാം.